വേദിയിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, സഹോദരി സഹോദരന്മാർ, ഇവിടെ പ്രസ്താവിച്ചു കഴിഞ്ഞതുപോലെയും എല്ലാവർക്കും അറിയാവുന്നതുപോലെയും 2021 മെയ് മാസത്തിൽ അധികാരത്തിൽ വന്ന LDF സർക്കാർ 4 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. ആ 4ാം വാർഷിക ആഘോഷ പരിപാടികൾ എല്ലാ ജില്ലകളിലും സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇന്ന് കൊല്ലത്ത് 13ാമത്തെ ജില്ലയിൽ ഈ പരിപാടി നടക്കുന്നത്. നാളെ തിരുവനന്തപുരത്ത് ഇതിൻ്റെ സമാപന യോഗവും നടക്കും. ആ സമാപന യോഗത്തിലുള്ള ഒരു പ്രത്യേകത 2021 തെരഞ്ഞെടുപ്പിൽ LDF മുന്നോട്ട് വച്ച പ്രകടന പത്രികയിൽ ജനങ്ങളുടെ മുന്നിൽ നൽകിയ വാഗ്ദാനങ്ങൾ എത്ര കണ്ട് നടപ്പാക്കിയെന്ന് പ്രതിപാദിക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് നാളെ ആ സമാപന റാലിയിൽ അവതരിപ്പിക്കും. ഈ പ്രോഗ്രസ് റിപ്പോർട്ട് കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നത് എല്ലാവർക്കും അറിയാം. കാരണം 2021 ഗവൺമെൻറ്റിൻ്റെ 4ാം വാർഷികമാണെങ്കിലും 2021 അധികാരത്തിൽ വന്ന ഗവൺമെൻറ് 2016 അധികാരത്തിലേറിയ LDF ഗവൺമെൻറ്റിൻ്റെ തുടർച്ച എന്ന നിലക്ക് 2021 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ തുടർഭരണം LDFന് സമ്മാനിച്ചതിൻ്റെ ഭാഗമായാണ് 2021 വീണ്ടും LDF തിരഞ്ഞെടുക്കപ്പെടുന്നത്. അങ്ങനെ നോക്കിയാൽ LDF ഗവൺമെൻറ്റിൻ്റെ 9 വർഷത്തെ കാലയളവ് പൂർത്തിയായി 10ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. ഈ 9 വർഷക്കാലം 2017 തൊട്ട് 8 വർഷവും അതത് ഘട്ടത്തിലുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് ജനസമക്ഷം അവതരിപ്പിച്ചിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. 2021 ആയപ്പോൾ അന്നത്തെ LDF സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ 600 വാഗ്ദാനങ്ങളിൽ വിരലിലെണ്ണാവുന്നവയൊഴിച്ച് ബാക്കിയെല്ലാം നടപ്പാക്കിയ ഒരു സർക്കാർ എന്ന നിലയിലാണ് ജനങ്ങൾ ആ ഘട്ടത്തിൽ അവതരിപ്പിച്ച പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ LDF സർക്കാരിനെ മനസ്സിലാക്കിയത്. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ വേറിട്ടൊരു അനുഭവമാണ്. പാർലമെൻ്ററി ജനാധിപത്യം നിലനിൽക്കുന്ന എവിടെയെങ്കിലും ഇത്തരമൊരു രീതി തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ എത്ര കണ്ട് നടപ്പായി എന്ന് ഓരോ വർഷവും ജനങ്ങളോട് പറയുന്ന രീതി
എവിടെയും കാണാനില്ല. നമ്മുടെ രാജ്യത്തെവിടെയുമില്ല, ലോകത്ത് എവിടെയെങ്കിലും ഉള്ളതായി നമ്മുടെ അറിവിലുമില്ല. അപ്പോൾ തീർത്തും പുതിയൊരു രീതി LDF ഇവിടെ സ്വീകരിക്കാനുണ്ടായത്. ഇതിന് കാരണം ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ നടപ്പാക്കാനുള്ളവയാണ് എന്ന ബോധ്യം തന്നെയാണ്. നാടിനോടും ജനങ്ങളോടും പ്രതിബദ്ധതയുള്ള ഒരു മുന്നണിക്കും സർക്കാരിനും മാത്രമേ ഈ രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാനാവും. ഇവിടെ സാധാരണഗതിയിൽ നാം ആലോചിച്ചു പോവുക 2016 കേരളത്തിൻ്റെ അവസ്ഥയാണ്. 2016 കേരളം എല്ലാ തലങ്ങളിലും വലിയ തകർച്ച നേരിട്ട ഒരു സംസ്ഥാനമായിരുന്നു. നാം വലിയ തോതിൽ നേട്ടങ്ങളുണ്ടാക്കിയ മേഖലകളിലടക്കം വൻ തകർച്ച നമ്മുടെ നാട്ടിൽ സംഭവിച്ചിരുന്നു. അതിനിടയാക്കിയത് കേരളത്തെ മുന്നോട്ട് നയിക്കുക എന്ന കാഴ്ചപ്പാട് അന്നത്തെ ഗവൺമെൻറ് ഇല്ലാത്തതിൻ്റെ ഭാഗമാണ്. 2011 മുതൽ 16 വരെ അധികാരത്തിലിരുന്ന ഗവൺമെൻറ് കാലത്ത് ഓരോ മേഖലയും വലിയ തോതിൽ പുറകോട്ട് പോയി. ഇപ്പോൾ നവോത്ഥാന കാലം മുതൽക്ക് കേരളം വിദ്യാഭ്യാസ രംഗത്ത് വലിയ താല്പര്യവും ഇടപെടലുമാണ് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി നല്ല യശസ്സുറ്റ വിദ്യാഭ്യാസ രംഗം നമുക്കുണ്ടായിരുന്നു. നവോത്ഥാന കാലഘട്ടത്തെ തുറന്ന് വിദ്യാഭ്യാസ മേഖലയിൽ വന്ന മാറ്റം 1956 കേരള സംസ്ഥാനം രൂപം കൊണ്ട് ഇന്ന് കാണുന്ന കേരളത്തിൽ 1957 നിയമസഭയിലേക്കുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ VMSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെയാണ് ജനങ്ങൾ അധികാരത്തിലേറ്റിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധികാരത്തിലേറ്റി. ആ ഗവൺമെൻറ് കേരളത്തിൻ്റെ വികസനത്തിന് ശക്തമായി അടിത്തറയാനിട്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു വിദ്യാഭ്യാസം വ്യാപിപ്പിക്കുന്നതിന്, സാർവത്രിക വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ നടപ്പാക്കുന്നതിന്, നാടാകെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമുണ്ടാകുമാറ് സ്കൂളുകൾ അനുവദിച്ച കാര്യം. അതിനെ തുടർന്ന് കേരളം വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്ന ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത്. പക്ഷേ 2016 നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം വല്ലാതെ തകർന്നുപോയി. ചെറിയ തകർച്ചയായിരുന്നില്ല. 1000-ൽ പരം സ്കൂളുകൾ അടച്ചുപൂട്ടേണ്ട പട്ടികയിലായിരുന്നു. അനാദായകരം എന്നാണ് ആ സ്കൂളുകളെ സർക്കാർ വിശേഷിപ്പിച്ചത്. നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് പോകാൻ
കുട്ടികൾ ഇഷ്ടപ്പെടാത്ത അവസ്ഥ, കുട്ടികളെ അയക്കാൻ രക്ഷിതാക്കൾ ഇഷ്ടമില്ലാത്ത അവസ്ഥ, അതിൻ്റെ എല്ലാം ഫലമായി 5 ലക്ഷത്തോളം കുട്ടികൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞുപോയ കാലം. പൊതുവിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്ന എല്ലാവരും വലിയ മനോവേദന അനുഭവിക്കുന്ന നില. ആ ഘട്ടത്തിലാണ് LDF സർക്കാർ LDF തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഈ രംഗം ഞങ്ങൾ മാറ്റിയെടുക്കും, പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കും എന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത്. LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന ഒരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. നാടും നാട്ടുകാരാകെയും ഒന്നായി അണിനിരന്നുകൊണ്ടുള്ള പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാനുള്ള അണിചേരൽ നടന്നു. അങ്ങനെയാണ് ഇന്ന് കാണുന്ന മാറ്റം പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായത്. അതിന് 5000 കോടിയോളം രൂപയാണ് സംസ്ഥാന സർക്കാർ ഈ മേഖലയിൽ ചെലവഴിച്ചത്. അതിന് ഫലമുണ്ടായി. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗമാകെ മാറി. ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ്സായി, സ്കൂളുകൾ ഹൈടെക്കായി, നല്ല ലാബുകളും നല്ല ലൈബ്രറികളും കുട്ടികൾക്ക് ആവശ്യമായ സൗകര്യങ്ങളും എല്ലാ തരത്തിലും മെച്ചപ്പെട്ട സ്കൂളുകളും നമ്മുടെ നാട്ടിലുണ്ടായി. 5 ലക്ഷം കുട്ടികൾ ഒഴിഞ്ഞുപോയ സ്ഥാനത്ത് നാം കണ്ടു 10 ലക്ഷം കുട്ടികൾ പുതുതായി പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വന്നു ചേരുന്നത്. ഇപ്പോൾ കേരളം ഇന്ത്യ രാജ്യത്ത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് എല്ലാ സംസ്ഥാനങ്ങളുടെയും മുന്നിൽ നിൽക്കുകയാണ് എന്ന് നമ്മളല്ല പറയുന്നത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നീതി ആയോഗ് അത്തരം വിലയിരുത്തൽ നടത്തുകയാണ്. ഒരു വർഷം യാദൃശ്ചികമായല്ല, തുടർച്ചയായി കേരളമാണ് മുന്നിൽ എന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇവിടെയാണ് നാം ഒരു കാര്യം ചിന്തിക്കേണ്ടത്. 2016 LDF അല്ല അധികാരത്തിൽ വന്നതെങ്കിൽ ഈ ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നോ? UDF തന്നെ അധികാരത്തിൽ തുടർന്നിരുന്നുവെന്ന് സങ്കല്പിക്കുക. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? അന്ന് കണ്ട 1000 അല്ല, എത്രയോ 1000 സ്കൂളുകൾ അടഞ്ഞുപോയിട്ടുണ്ടാകും. 5 ലക്ഷം കുട്ടികൾ ഒഴിഞ്ഞതിൻ്റെ കൂടെ പിന്നെയും ലക്ഷക്കണക്കിൽ കുട്ടികൾ ഒഴിയുന്ന അവസ്ഥയുണ്ടാകും. നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയാകെ തകർന്നു പോയിട്ടുണ്ടാകും. അതിന് മാറ്റമുണ്ടായത് പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാനായത് LDF അധികാരത്തിൽ വന്നതുകൊണ്ടും 2021 LDFന് ജനങ്ങൾ തുടർഭരണം സമ്മാനിച്ചതിൻ്റെയും ഭാഗമായി ഈ കഴിഞ്ഞ 9 വർഷക്കാലവും LDF അധികാരത്തിലിരുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ്. ഇത് വിദ്യാഭ്യാസ രംഗത്തിൻ്റെ കാര്യമാണെങ്കിൽ ആരോഗ്യരംഗം നമ്മുടെ അഭിമാനകരമായ രംഗമായിരുന്നു അത്. ഈ രംഗവും കേരളം 57 മുതൽ തന്നെ നല്ല രീതിയിൽ ഗ്രാമീണ ആരോഗ്യരംഗം ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിച്ചതാണ്. 57 കേരളത്തിലെ ആദ്യത്തെ ഗവൺമെൻറ് ഗ്രാമങ്ങൾ തോറും നമ്മുടെ ആരോഗ്യരംഗം സജ്ജമാക്കുന്നതിനായി
പലയിടങ്ങളിലായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചിരുന്നു. ആരോഗ്യരംഗം അഭിവൃദ്ധിപ്പെടുത്താനുള്ള നടപടികളും സ്വീകരിച്ചിരുന്നു. തുടർന്ന് ആ പ്രവർത്തനം കേരളം ഏറ്റെടുത്തു. രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു മേഖലയായി കേരളത്തിലെ ആരോഗ്യരംഗം മാറി. പക്ഷേ 2016 ആകുമ്പോഴേക്കും കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിന് വലിയ തകർച്ചയാണ് സംഭവിച്ചിരുന്നത്. ആ തകർച്ചയുടെ ഭാഗമായി ആശുപത്രികൾ ദയനീയാവസ്ഥയിലായി. ആവശ്യത്തിന് ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, സ്റ്റാഫില്ല, മരുന്നില്ല, വേണ്ടതൊന്നുമില്ല എന്നീ അവസ്ഥ. അവിടെയാണ് LDF 2016 അധികാരത്തിൽ വരുന്നത്. LDF ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം ഈ രംഗം മാറ്റിമറിക്കുമെന്ന് തന്നെയായിരുന്നു. തീർത്തും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലേക്ക് ആരോഗ്യരംഗത്തെ മാറ്റി തീർക്കും എന്ന് തന്നെ LDF വാഗ്ദാനം നൽകി. LDF സർക്കാർ ആർദ്രം മിഷനാണ് നടപ്പാക്കിയത്. ആ മിഷൻ പ്രവർത്തനത്തിലൂടെ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി. നമ്മുടെ കേരളത്തിൽ താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുങ്ങുന്ന അവസ്ഥ വന്നു. മെഡിക്കൽ കോളേജുകൾക്ക് പ്രത്യേകമായ മാസ്റ്റർ പ്ലാനുകളും വന്നു. വലിയ തോതിൽ ഈ രംഗത്ത് ബജറ്റ് മുഖേന പണം ചെലവഴിക്കുന്ന നിലയുമുണ്ടായി. അങ്ങനെയാണ് കേരളം ലോകം ആശ്ചര്യപ്പെട്ടു നോക്കുമാറുള്ള ഒരു സംസ്ഥാനമായി ആരോഗ്യ മേഖലയിൽ മാറിയത്. അതൊരു അതിശയോക്തിപരമായ വിശേഷണമല്ല എന്നത് നമുക്കേവർക്കും അറിയാവുന്നതാണ്. കോവിഡ് മഹാമാരി ലോകത്തെ വിറങ്ങലിപ്പിച്ചു. ലോകത്തിലെ സമ്പൽ സമൃദ്ധ രാഷ്ട്രങ്ങളെ അടക്കം മുട്ടുകുത്തിച്ചു. ആ കോവിഡ് മഹാമാരിയുടെ മുന്നിൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും എന്തെല്ലാം സംഭവിച്ചു, ലോകത്ത് എന്തൊക്കെ സംഭവിച്ചു എന്ന് അറിയാവുന്നവരാണ് നമ്മൾ. എന്നാൽ ആ ഘട്ടത്തിൽ കോവിഡിൻ്റെ മൂർധന്യ ദശയിൽ പോലും കോവിഡ് മഹാമാരിക്ക് കേരളം ഒരുക്കിയ ആരോഗ്യരംഗത്തെ സൗകര്യങ്ങളെ മറികടക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴും കേരളത്തിലെ ആരോഗ്യമേഖല ഒരുക്കിയ സൗകര്യങ്ങൾ ഉയർന്നു നിൽക്കുകയായിരുന്നു. എല്ലാ സ്ഥലങ്ങൾ പരിശോധിച്ചാലും ആവശ്യത്തിന് ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. ആവശ്യത്തിന് ICU ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. ആവശ്യത്തിന് ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. എന്തിനധികം പറയുന്നു, ആവശ്യത്തിനുള്ള വെന്റിലേറ്ററുകളും ഒഴിവുണ്ടായിരുന്നു. ഇത് ലോകത്ത് പലയിടങ്ങളിലും ഉണ്ടായിരുന്നില്ല എന്നത് ലോകത്തിൻ്റെ അനുഭവമാണ്. ആ നില കോവിഡിനെ നേരിടാൻ വേണ്ടി നാം തയ്യാറെടുത്തതിൻ്റെ ഭാഗമല്ല. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആരോഗ്യരംഗത്ത് ശരിയായ രീതിയിലുള്ള ശുശ്രൂഷ ലഭിക്കണം, ചികിത്സാ സൗകര്യം ലഭ്യമാകണം എന്നതിനു വേണ്ടി നാട്ടിലാകെ നാം ഒരുക്കിയ ആരോഗ്യരംഗത്തെ സൗകര്യങ്ങൾ കാരണമാണ് ഈ രീതിയിൽ രാജ്യവും ലോകവും അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു സംസ്ഥാനമായി നാം മാറുന്ന നിലയുണ്ടായത്. ഇങ്ങനെ ഓരോ രംഗവും പരിശോധിച്ചാൽ വലിയ മാറ്റം വന്നു എന്ന് കാണാൻ പറ്റും. ഇവിടെയും ചിന്തിക്കണം, എപ്പോഴും
ഓരോ രംഗവും എടുത്ത് നാം ആലോചിക്കണം. എന്തായിരിക്കും LDF അല്ല UDF ആയിരുന്നു ഈ നാട്ടിൽ 2016 അധികാരത്തിൽ തുറന്നതെങ്കിൽ സംഭവിക്കുക എന്നുള്ളത്. അത് നമ്മുടെ നാടിൻ്റെ മുന്നിലുള്ള പ്രധാനമായൊരു ചോദ്യം തന്നെയാണ്. അതായിരുന്നു അവസ്ഥയെങ്കിൽ, UDF ആണ് തുറന്നിരുന്നെങ്കിൽ നമ്മുടെ ആശുപത്രികൾ പലതും തകർന്നു പോയിട്ടുണ്ടാകും. ആ അവസ്ഥയിലായിരുന്നു 2016 എത്തി നിൽക്കുന്നത്. ഇത് ഒരു ഭാഗം. വേറൊരു ഭാഗം നമ്മുടെ നാടിൻ്റെ കാലാനുസൃതമായ മുന്നോട്ട് പോക്ക്. കാലാനുസൃതമായി മുന്നോട്ട് പോകാത്ത ഒരു നാടായി നമ്മുടെ നാട് 2016 മാറിയിരുന്നു. കേരളത്തിലെ പശ്ചാത്തല സൗകര്യ വികസനം വേണ്ട രീതിയിൽ നടക്കുന്നില്ല. ആ രംഗത്ത് വലിയ തോതിലുള്ള നിസ്സംഗത പാലിക്കുന്ന സർക്കാർ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ യാത്രാ സൗകര്യം, റോഡുകളുടെ അവസ്ഥ അങ്ങേയറ്റം ശോചനീയമായ നില. നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റെല്ലാ ഭാഗങ്ങളിലും നല്ല റോഡുകൾ പണിയുന്നു. നാഷണൽ ഹൈവേയുടെ ഭാഗമായി നല്ല രീതിയിൽ വേഗതയോടെ യാത്ര ചെയ്യാൻ പറ്റുന്ന നല്ല റോഡുകൾ പണിതിരിക്കുന്നു. നമുക്ക് മാത്രം അത് കഴിഞ്ഞില്ല. എന്തായിരുന്നു കാരണം? നാഷണൽ ഹൈവേ എന്നത് നിർമ്മിക്കുന്നത് മുഴുവൻ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. നമ്മുടെ സംസ്ഥാനത്തിന് ഒരു പൈ അതിൽ ചെലവില്ല. ഭൂമി ഏറ്റെടുത്തു കൊടുക്കുക മാത്രമേ വേണ്ടൂ. ഭൂമി ഏറ്റെടുക്കുന്നതിന് ആവശ്യമായ പണം നാഷണൽ ഹൈവേ അതോറിറ്റി നൽകും. നമ്മൾ ഏറ്റെടുത്തു കൊടുക്കേണ്ട ചുമതല മാത്രമേ വഹിക്കേണ്ടതുള്ളൂ. ആ ചുമതല വഹിക്കാൻ ബാധ്യതപ്പെട്ട ഗവൺമെൻറ് അത് വഹിക്കാൻ തയ്യാറായില്ല. നമ്മുടെ നാട്ടിലെ ചില താർക്കിക വിദഗ്ധന്മാർ ഉന്നയിച്ച വാദഗതിയുടെ കൂടെ നിൽക്കുന്ന നിലയാണ് ഗവൺമെൻറ് അക്കാലത്ത് സ്വീകരിച്ചത്. അത് ബസ് പോകുന്നതിന് എന്തിനാണ് വലിയ വീതിയിലുള്ള റോഡ്? അവർ ഒരു ബസ്സിൻ്റെ വീതി കണക്കാക്കുന്നു. 2 ബസ് പോകാൻ ആ വീതിയിൽ എത്ര സ്ഥലം വേണമെന്ന് അവർ കണക്കൂട്ടുന്നു. അത്രയും സ്ഥലമല്ലേ ആവശ്യമുള്ളൂ. അതിനു വേണ്ടിയുള്ളൊരു മീറ്ററും അവർ പറയുന്നു. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ അന്നത്തെ ഗവൺമെൻറ് അവസാനം രാഷ്ട്രീയ പാർട്ടികളുടെ ആകെ യോഗം വിളിച്ചു. ആ യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പങ്കെടുത്തു. അതിൽ ഏകണ്ഠമായി തീരുമാനിച്ചു 45 മീറ്റർ വീതിയിൽ റോഡെടുക്കണം. ഏറ്റവും കുറഞ്ഞത് 45 മീറ്റർ വീതി വേണം. ഗവൺമെൻറ് നൽകിയ ബ്ലാങ്ക് ചെക്ക് ആര്? കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളാകെ, കേരളമാകെ സമ്മതിച്ചു. എടുത്തോ? അതിനുശേഷവും സ്ഥലം 1 ഇഞ്ച് സ്ഥലവും അതിനുശേഷവും എടുത്തില്ല. എന്താ കാരണം? കൂടെ ഇരിക്കുന്ന ചിലർ അത് എടുക്കാൻ പാടില്ല എന്ന് നിർബന്ധിച്ചു. ആ സാഹചര്യത്തിൽ ഇവിടെ പ്രവർത്തിക്കാൻ സന്നദ്ധമായി നിൽക്കുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി അവരുടെ ആഫീസും പൂട്ടി സ്ഥലം വിട്ടു. അപ്പോഴാണ് 2016 തെരഞ്ഞെടുപ്പ്. LDF ജനങ്ങളോട് പറഞ്ഞു, ഈ നാഷണൽ ഹൈവേ പൂർത്തിയാക്കുന്നതിന് ആവശ്യമായതെല്ലാം ചെയ്യുമെന്ന്. ഗവൺമെൻറ് വന്നപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിനെ സമീപിച്ചു, നാഷണൽ ഹൈവേ അതോറിറ്റിയെ തിരിച്ചു വിളിച്ചു. പക്ഷേ അപ്പോഴേക്ക് അവർ ഡിമാൻഡ് മാറ്റി.
UDF കാണിച്ച കെടുകാര്യസ്ഥതയ്ക്ക് നാം പിഴയൊടുക്കേണ്ടതായി വന്നു. അവർ പറഞ്ഞു, വലിയ വില കേരളത്തിൽ ഭൂമിക്കുണ്ട്, ആ വില കൊടുത്ത് ഞങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല, നിങ്ങളെടുത്തു തരണം. രാജ്യത്തെവിടെയും അങ്ങനൊരു പതിവില്ല. അതുകൊണ്ട് തന്നെ നാം വലിയ തർക്കം ഉന്നയിച്ചു. ആ തർക്കം നീണ്ടുനിന്ന തർക്കത്തിലേക്ക് പോയി. പക്ഷേ നാം വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരുന്നു. കാരണം നാഷണൽ ഹൈവേ വന്നേ തീരൂ. ആ നാഷണൽ ഹൈവേ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവസാനം നമ്മൾ നിർബന്ധിതരായി അവർ വെച്ച ഒടുവിലത്തെ ചർച്ചകൾക്ക് ശേഷം ഒടുവിലെത്തിച്ചേർന്ന വ്യവസ്ഥ അംഗീകരിക്കാൻ നമ്മൾ നിർബന്ധിതരായി. അത് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി വരുന്ന വിലയുടെ 25% സംസ്ഥാന സർക്കാർ നൽകണമെന്നതാണ്. അങ്ങനെ 5600 കോടി രൂപ നമ്മൾ അതിനുവേണ്ടി കൊടുക്കേണ്ടി വന്നു. ഇത് UDF സർക്കാരിൻ്റെ ഭാഗമായി കാണിച്ച കെടുകാര്യസ്ഥതയ്ക്ക് നാം ഒടുക്കേണ്ടി വന്ന പിഴയാണെന്ന് കാണണം. അതിനു മുൻപ് ഒരിടത്തും ഇത്തരത്തിൽ പണം നൽകിയ അനുഭവം രാജ്യത്തില്ല. അതിനുശേഷവും ഈ വ്യവസ്ഥ ഒരിടത്തും നടപ്പാക്കിയിട്ടുമില്ല. നമുക്ക് മാത്രം ഇത് അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ അതിൻ്റെ ഭാഗമായി നല്ല രീതിയിൽ നമ്മുടെ കേരളത്തിൽ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകുന്ന നിലയുണ്ടായി. ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ ചില ഭാഗങ്ങളിൽ പുതിയ നിർമ്മാണം നടക്കുന്നിടത്ത് ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ അത് എന്തോ LDFിൻ്റെ പഴിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ രംഗത്ത് വരാൻ തയ്യാറാകുന്നുണ്ട്. അത് ശരിയാണ്. LDFിന് സാധാരണഗതിയിൽ അതിന് ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയാം. എങ്ങനെ? ഞങ്ങൾ ഇട്ടേച്ചു പോയൊരു പണി, ഞങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ എത്തിച്ച ഒരു കാര്യം നിങ്ങളെന്തിന് യാഥാർത്ഥ്യമാക്കാൻ പോയി എന്ന് LDFിനോട് ചോദിക്കാം. നിങ്ങൾ ഈ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തത് കൊണ്ടല്ലേ ഈ റോഡിങ്ങനെ പണിയാനിടയായത്? റോഡ് പണിതത് കൊണ്ടല്ലേ ഈ പറയുന്ന ചില അപകടം ചിലയിടത്ത് സംഭവിച്ചിരിക്കുന്നത്? അപ്പോൾ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തിരുന്നില്ലെങ്കിൽ റോഡ് പണി ഉണ്ടാകില്ലല്ലോ. ആ അർത്ഥത്തിൽ ഞങ്ങൾക്കതിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയാം. പക്ഷേ ആ ഉത്തരവാദിത്വം ഒരു നാടിൻ്റെ മുന്നോട്ട് പോക്കിന് ഞങ്ങൾ നിർവഹിക്കേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്വമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അതിൽ യാതൊരു പിഴവും ഞങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല. ആ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ആ മുതൽ ക്ഷ വരെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അവർക്കതിന് പ്രത്യേകമായ സജ്ജീകരണങ്ങളുണ്ട്. അതിന് ഒരു തരത്തിലുള്ള പങ്കാളിത്തവും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിനോ കേരള ഗവൺമെൻറ്റിനോ ഇല്ല. എല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ് നടക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില നടപടികളിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് തന്നെ അവിടെ നാഷണൽ ഹൈവേയുടെ ചുമതല വഹിക്കുന്ന വകുപ്പ് തന്നെ ഫലപ്രദമായി ഇടപെടുന്നു എന്ന വാർത്തകൾ ഇന്ന് വന്നിട്ടുള്ളത്. ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വല്ലാത്ത വാസനയുള്ളവർക്ക് കിട്ടിപ്പോയൊരവസരം നാഷണൽ ഹൈവേയിൽ ചിലയിടത്ത് ചില അപകടം ഉണ്ടായല്ലോ, അപ്പോൾ ഇവരുടെ കൊള്ളരുതായ്മയല്ലേ, ഇവർക്കല്ലേ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയാൻ, എന്തും പറയാൻ ശേഷിയുണ്ട് എന്നുള്ളത് കൊണ്ട് സാധാരണ ചൊല്ലുണ്ടല്ലോ, എല്ലാം പറയാം മഹത, എന്തും പറയാം വഷളാന്ന്. അപ്പോൾ ആ ഒരു അവസ്ഥ വെച്ച് എന്തും പറയുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിക്കുന്ന നിലയാണ് എന്നതേ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ LDFിന് അതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ. ആ വർക്ക് നല്ല നിലക്ക് നടക്കണം, വീഴ്ചകൾ പറ്റിയത് പരിഹരിച്ചു പോകണം.
ആ വീഴ്ചയായി കണ്ടുകൊണ്ട് നടപടികളിലേക്ക് കടക്കണം. അതെല്ലാം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉത്തരവാദിത്വത്തിൽ പെട്ടതാണ്. അത് അവർ നിറവേറ്റുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെയും ചിന്തിക്കേണ്ട കാര്യം, ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ യാത്ര ചെയ്താൽ നാഷണൽ ഹൈവേയുടെ നിർമ്മാണം നല്ല രീതിയിൽ നടക്കുന്നതായിട്ട് കാണാൻ കഴിയും. ആ നില LDF അല്ല 2016 അധികാരത്തിലിരുന്നെങ്കിൽ തുറന്നുള്ള ഈ 9 വർഷവും LDF ആയിരുന്നില്ല എങ്കിൽ ഉണ്ടാകുമായിരുന്നോ? ഉറപ്പാണ് ഉണ്ടാകുമായിരുന്നില്ല എന്ന്. അതല്ലേ വസ്തുത? നമ്മുടെ ഗെയിൽ പൈപ്പ് ലൈൻ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരുപാട് തവണ സംസ്ഥാന ഗവൺമെന്റിന്റെ ആളുകളെ സമീപിച്ചു. ഒന്നും ചെയ്യാൻ തയ്യാറില്ല, ഭൂമി ഏറ്റെടുത്ത് കൊടുക്കില്ല. അവസാനം അവരും നാടുവിട്ടു. ഞാൻ ദീർഘമായി പറയുന്നില്ല, അവരെയും തിരിച്ചു വിളിച്ചു 2016. ഇപ്പോ നേരത്തെ ആ ലൈൻ പൂർത്തിയായി. ഇപ്പോ നമ്മുടെ അടുക്കളയിലടക്കം, പല പട്ടണങ്ങളിലെയും അടുക്കളയിലടക്കം ആ ഗ്യാസ് പാചകവാതകമായിട്ട് എത്തുകയാണ്. നമ്മുടെ ഫാക്ടറികളിൽ ഇന്ധനമായിട്ട് എത്തുകയാണ്. നാടിൻ്റെ പുരോഗതിക്ക് വലിയ തോതിൽ സഹായിക്കുന്നൊരു പദ്ധതി. നമ്മുടെ വൈദ്യുതി രംഗം, എടമൺ കൊച്ചി പവർ ഹൈവേ നമ്മുടെ കേരളത്തിന് ഒഴിച്ചുകൂടാത്തൊരു പവർ ഹൈവേ ആയിരുന്നു. ആ പണി കോട്ടയം വരെ എത്തി. കോട്ടയത്തെത്തിയപ്പോൾ അത് നിന്നു. കാരണം ചിലർ തടഞ്ഞു. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഗവൺമെന്റ് നേതാക്കളെ പോയി കണ്ടു, അനക്കമില്ല, അവരും നാടുവിട്ടു. അപ്പോ ആ പണി ഉപേക്ഷിച്ച മട്ടായി. 2016 LDF സർക്കാർ അവരെ തിരിച്ചു വിളിച്ചു, പണി നടത്താൻ പറഞ്ഞു. പണി നടത്താൻ ചെന്നപ്പോൾ ആ തടഞ്ഞവര് വീണ്ടും രംഗത്ത് വന്നു. കാരണം അവർ കുറച്ച് കേമന്മാരാണ്, അവർ തടഞ്ഞു. പക്ഷേ അവർക്ക് മനസ്സിലായി സർക്കാർ എന്താണെന്ന്. ഇപ്പോൾ ആ ലൈനിലൂടെ, ഇപ്പോഴല്ല നേരത്തെ മുതൽക്ക് നല്ല രീതിയിൽ വൈദ്യുതി പ്രവഹിക്കുന്നു. ഇതാണ് അവസ്ഥ. ഇവിടെയാണ് 2016 ജനങ്ങൾ ചൊല്ലിയ ചൊല്ല് നാം ഓർക്കേണ്ടത്. LDF വരും, എല്ലാം ശരിയാകും. ആ ചൊല്ല് യഥാർത്ഥ ചൊല്ലായി മാറ്റി എന്നതാണ് LDF സർക്കാരിൻ്റെ അവസ്ഥ. ഈ ഓരോ രംഗത്തും വന്ന മാറ്റം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും എല്ലാറ്റിലേക്കും ഞാനിപ്പോൾ പോകുന്നില്ല. ഇവിടെ നമ്മുടെ വികസനം തറച്ചു നിൽക്കുകയല്ല. നമ്മുടെ പശ്ചാത്തല സൗകര്യ വികസനം നല്ല രീതിയിൽ ഉറപ്പാക്കാനുള്ള നടപടികൾ, ഒരു ഭാഗത്ത് തീരദേശ ഹൈവേ, മറ്റൊരു ഭാഗത്ത് മലയോര ഹൈവേ, രണ്ടിനും കൂടി 10,000 കോടി രൂപ സംസ്ഥാനമാണ് ചെലവിടുന്നത്. സംസ്ഥാനം ചെലവിട്ടാണ് ആ റോഡുകൾ യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്. നമ്മുടെ ദേശീയ ജലപാത ഏതാനും മാസങ്ങൾ വളരെ ചുരുക്കാവും. ഇതിലൂടെ നമ്മുടെ കനാലിലൂടെ ബോട്ട് സഞ്ചരിക്കുന്ന അവസ്ഥയിലേക്ക് മാറും. കോവളം മുതൽ ബേക്കൽ വരെയുള്ള പാത നല്ല തോതിൽ ഒരു ഭാഗം ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന നിലയിലേക്ക് വന്നിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ വലിയ തോതിലുള്ള പുരോഗതിക്ക് വഴിവെച്ചിട്ടുള്ളതാണ്. നമ്മുടെ റോഡുകൾ, നമ്മുടെ പാലങ്ങൾ, നമ്മുടെ ഫ്ലൈ ഓവറുകൾ, നമ്മുടെ ഓവർ ബ്രിഡ്ജുകൾ എല്ലാം ഇന്ന് നല്ല രീതിയിൽ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. പശ്ചാത്തല സൗകര്യ രംഗത്ത് വലിയ കുതിപ്പ് നമുക്ക് നേടാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇതോടൊപ്പമാണ് വികസന കാര്യങ്ങളോടൊപ്പം ക്ഷേമപ്രവർത്തനങ്ങളിലും നാം ശ്രദ്ധിക്കുന്നത്. 2016 LDF സർക്കാർ അധികാരത്തിലേറുമ്പോൾ നമ്മുടെ കേരളത്തിലെ ക്ഷേമ പെൻഷൻ കടലാസിൽ 600 രൂപയായിരുന്നു. എന്തുകൊണ്ടാണ് കടലാസിൽ 600 രൂപ എന്ന് പറയുന്നത്? ഞങ്ങൾ അധികാരത്തിലേറി ആദ്യത്തെ മന്ത്രിസഭാ യോഗം ചേരാൻ ചെല്ലുകയാണ്. അപ്പോൾ ക്ഷേമ പെൻഷൻ കുടിശ്ശിക എത്രയുണ്ട് എന്ന് നോക്കി. 18 മാസത്തെ കുടിശ്ശിക.
അപ്പോൾ ഞങ്ങൾ ആദ്യം എടുത്ത തീരുമാനം ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കുക. 2016 ആ 18 മാസത്തെ കുടിശ്ശികയും കൊടുത്തു തീർക്കാൻ തീരുമാനിച്ചു. പിന്നെ മെല്ലെ വർധനവ് തുടങ്ങി. ആ വർധനവ് എവിടം വരെ എത്തി? 1600 നിന്നു. എത്ര പേർക്ക്? 60 ലക്ഷം പേർക്ക്. അത് മാസം തോറും കൃത്യമായി കൊടുക്കുന്നതിന് വേണ്ടി കമ്പനി രൂപീകരിച്ചു. കൃത്യമായി ആ പെൻഷൻ കൊടുത്തു വന്നു. അപ്പോഴാണ് ഇന്ത്യ ഗവൺമെൻറ് അതിന് തടസ്സമായി മാറിയത്. ആ കമ്പനി എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിൻ്റെ വായ്പയായി കണക്കാക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിൽ തടസ്സം വന്നു. അതോടൊപ്പം പലതരത്തിലുള്ള നിബന്ധനകൾ നമ്മുടെ സാമ്പത്തിക രംഗത്തെ ഞെരുക്കുന്ന, സാമ്പത്തികമായി സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്ന ഒട്ടേറെ നിബന്ധനകളുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നു. ഒരു സംസ്ഥാനം അതിൻ്റെ വരുമാനം കണ്ടെത്തുന്നത് സംസ്ഥാനത്തിൻ്റെതായ സ്വന്തം വരുമാനം കൊണ്ട് മാത്രമല്ല. സ്വന്തം വരുമാനത്തിൻ്റെ കാര്യം ഞാൻ പിന്നീട് പറയാം. അതിൽ അഭിമാനകരമായ വളർച്ചയാണ് നാം നേടിയിട്ടുള്ളത്. എന്നാൽ അതോടൊപ്പം നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കേണ്ടതുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് വിഹിതം നൽകേണ്ടതുണ്ട്. അതൊരു ഔദാര്യമല്ല, ഓരോ സംസ്ഥാനത്തിൻ്റെയും അവകാശമാണ്. നമുക്ക് അവകാശപ്പെട്ട വിഹിതം കേന്ദ്ര ഗവൺമെൻറ് തരാത്ത സമീപനമെടുത്തു. നമുക്ക് ഏതെല്ലാം തരത്തിൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നാണ് നോക്കിയത്. കേന്ദ്രവും സംസ്ഥാനവും കൂടി ചെലവിടുന്ന പദ്ധതികളുണ്ട്. അതിൽ സംസ്ഥാനം ആദ്യം ചെലവിടും. പക്ഷേ കേന്ദ്രം നൽകേണ്ട തുക കൃത്യമായി നൽകാത്ത അവസ്ഥയെടുത്തു. എല്ലാറ്റിലും സംസ്ഥാനത്തെ ഞെരുക്കുക എന്നതായിരുന്നു നയം. അതേ ഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വായ്പ എടുക്കേണ്ടതുണ്ടായിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളും വായ്പയെടുക്കും. വായ്പയെടുക്കാൻ നിയതമായ മാനദണ്ഡമുണ്ട്. പക്ഷേ നമ്മുടെ കാര്യത്തിൽ ആ മാനദണ്ഡങ്ങളെല്ലാം ലംഘിക്കപ്പെട്ടു. നമുക്ക് വായ്പാ പരിധി ഏകപക്ഷീയമായി വെട്ടിക്കുറച്ചു. ഒരു കാരണം മാത്രം, നമ്മെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന വാശി, ഒരു പ്രത്യേക വിരോധം, ഒരു നാടിനോടും ജനങ്ങളോടും വെച്ച് പുലർത്താൻ പാടില്ലാത്ത വിരോധം കേന്ദ്ര ഗവൺമെൻറ് പുലർത്തുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി നാം വലിയ പ്രയാസത്തിലായി. ആ പ്രയാസമുള്ള ഘട്ടത്തിൽ ചില മാസങ്ങൾ ഈ പറഞ്ഞ പെൻഷൻ ഞങ്ങൾ എത്ര ആഗ്രഹിച്ചിട്ടും നൽകാൻ കഴിയാത്ത അവസ്ഥ വന്നു. പക്ഷേ പിന്നീട് നാം അത് തിരിച്ചു പിടിച്ചു. അത് അസംബ്ലിയിൽ തന്നെ വ്യക്തമാക്കി. കൃത്യമായി ഓരോ മാസവും പെൻഷൻ ഇപ്പോൾ നൽകി വരികയാണ്. അതിൻ്റെ ബാക്കിയായ ഗഡുക്കൾ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിവേഗതയിൽ തന്നെ പൂർണ്ണമാകുന്ന അവസ്ഥയിലാണ് കിടക്കുന്നത്. എല്ലാം കൃത്യമായി ഓരോ മാസവും നൽകണമെന്ന നിർബന്ധത്തിൽ തന്നെ കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇതോടൊപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, കേരളത്തിലെ നിസ്സഹായരായ ഒരു പറ്റം ജനങ്ങൾ, നമ്മുടെ കൂടെ ജീവിക്കുന്ന സഹോദരങ്ങൾ, അവർക്ക് വീടൊരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോകുന്നു. LDF ചർച്ച ചെയ്തു, ആ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നുകൊണ്ട്. അങ്ങനെയാണ് ലൈഫ് പദ്ധതി LDF രൂപം കൊടുക്കുന്നത്. LDF സർക്കാർ അത് പ്രഖ്യാപിച്ചു. ആ ലൈഫ് പദ്ധതിയിലൂടെ ഇപ്പോൾ 4.5 ലക്ഷത്തിലധികം വീടുകൾ പൂർണ്ണമായി കഴിഞ്ഞു. അത്രയും വീടില്ല ആളുകൾ പാർക്കുകയാണിപ്പോൾ. ബാക്കിയുള്ള വീടുകൾ അതിവേഗം പൂർത്തീകരിക്കാൻ പോകുന്നു. ഇതാണ് അവസ്ഥ. നമ്മുടെ
സംസ്ഥാനത്തെ ജനങ്ങൾ നല്ലൊരു ഭാഗം സ്വന്തം ഭൂമിയിൽ പട്ടയം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ കാര്യം LDF അതീവ പ്രാധാന്യത്തോടെയാണ് എടുത്തത്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് വെച്ച് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തോടെ 4 ലക്ഷത്തിലധികം പട്ടയം ഈ 9 വർഷം കൊണ്ട് കൊടുത്തു തീർത്തിരിക്കുന്നു. ഇതെല്ലാം ജനങ്ങളെ കണ്ടുകൊണ്ട് LDF സർക്കാർ സ്വീകരിച്ച നടപടികളാണ് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് എങ്ങനെയാണ് ഈ കാണുന്ന തരത്തിലുള്ള പല പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞത്? ഇന്ന് കേരളത്തിൽ എവിടെ നോക്കിയാലും വലിയ തോതിലുള്ള വികസന രൂപങ്ങൾ കാണാം. അതിനെല്ലാം ഇടയാക്കിയത് 2016 LDF അധികാരത്തിൽ വന്നപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടത്ര പണമില്ലാലോ എന്നതിനെക്കുറിച്ച് ആലോചിച്ചു. ആ പണം കണ്ടെത്തുന്നതിനായി ഒരു പുതിയ മാർഗം സ്വീകരിച്ചു. അങ്ങനെയാണ് ഒരു നിയമനിർമ്മാണത്തിലൂടെ നിലവിലുള്ള കിഫ്ബിയെ പുനർനിർമ്മിക്കുന്നത്. ആ നിയമമാറ്റത്തിലൂടെ കിഫ്ബി യാഥാർത്ഥ്യമാകുമ്പോൾ നാം ഉദ്ദേശിച്ചത് കിഫ്ബിയിലൂടെ ഒരു ധനസ്രോതസ് ഉണ്ടാക്കി നാടിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണമെന്നുള്ളതാണ്. എന്നാൽ നിർഭാഗ്യകരമായ എതിർപ്പാണ് അതിന് നേരെ ഉയർന്നത്. വലിയ എതിർപ്പ്, വലിയ പരിഹാസം. എന്താണ് സംഭവിച്ചത്? കിഫ്ബി 2016 പറഞ്ഞു, ഗവൺമെന്റ് പറഞ്ഞു ഈ 5 വർഷം 50,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് നാട്ടിൽ ഏറ്റെടുക്കുക എന്ന്. 2021 ആയപ്പോൾ 50 അല്ല 62,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കിഫ്ബി മുഖേന ഏറ്റെടുക്കാൻ നമുക്കായത്. ഇപ്പോ അത് 90,000 കോടി രൂപയുടേതാണ്. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാമെന്നുള്ളതല്ലേ നില. നമ്മുടെ സ്കൂൾ കെട്ടിടങ്ങൾ, സ്കൂളിൽ വന്ന വികസനങ്ങൾ, നമ്മുടെ ആശുപത്രിയിൽ വന്ന മാറ്റങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ, നമ്മുടെ റോഡുകൾ, പാലങ്ങൾ, ഫ്ലൈ ഓവറുകൾ, ഓവർബ്രിഡ്ജുകൾ, വിവിധ പദ്ധതികളുടെ ഭാഗമായി വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, അങ്ങനെ വിവിധ പദ്ധതികളിലൂടെ കിഫ്ബി നമ്മുടെ 5,600 കോടി രൂപ നാഷണൽ ഹൈവേക്ക് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. ആ പണം കിഫ്ബിയിൽ നിന്ന് എടുത്തതാണ്. ഇങ്ങനെ എന്തെല്ലാം. അപ്പോ നമുക്കിതെല്ലാം നല്ല കാര്യമായി തോന്നുമെങ്കിലും, കാരണം നമ്മളെല്ലാവരും നാടിൻ്റെ വികസനം ആഗ്രഹിക്കുന്നവരാണല്ലോ. നാടിൻ്റെ വികസനം വന്നുകൂടാൻ ചിന്തിക്കുന്നവരുണ്ടല്ലോ, നാട് വികസിക്കാൻ പാടില്ല ചിന്തിക്കുന്നവരുണ്ടല്ലോ, ഇതവിടെ കിടക്കട്ടെ, പുറകോട്ട് പോകട്ടെ എന്ന് ചിന്തിക്കുന്നവരുണ്ടല്ലോ. അവർക്കിതിനോട് പൊരുത്തപ്പെടാനായില്ല. ആ പൊരുത്തപ്പെടായ്മ കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുണ്ടായി. അവർ പറഞ്ഞു കിഫ്ബി എടുക്കുന്ന വായ്പ സംസ്ഥാന സർക്കാർ എടുക്കുന്ന വായ്പയായി കണക്കാക്കും. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, നിങ്ങളെ കയ്യിൽ, കേന്ദ്രത്തിൻ്റെ കയ്യിൽ ഈ നാഷണൽ ഹൈവേ അതോറിറ്റി പോലുള്ള കുറേ സ്ഥാപനങ്ങളുണ്ട്, അതിലെല്ലാം പേര് പറഞ്ഞു, ഇത്തരം സ്ഥാപനങ്ങളുണ്ടല്ലോ, അവയൊന്നും വികസനത്തിന് വേണ്ടി, ആ മേഖലയിലുള്ള വികസനത്തിന് വേണ്ടി എടുക്കുന്ന പണം ഇന്ത്യ ഗവൺമെന്റിന്റെ വായ്പയായി കണക്കാക്കുന്നില്ലല്ലോ. അതിനുത്തരമില്ല. നാം എല്ലാവർക്കും അറിയാം, അവസാനം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്ത് നില വന്നപ്പോൾ അവിടെ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു കിഫ്ബിക്ക് സ്വന്തമായ വരുമാന മാർഗമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ നിലപാടെടുത്തിട്ടുള്ളത്. ഒരു തൊടുന്യായം. ഇതാണ് നമ്മളോട് സ്വീകരിക്കുന്ന സമീപനം എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്.
നമ്മൾ കാണേണ്ടത് 2016 ശേഷമുള്ള കാലയളവെടുത്താൽ കേരളം പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല നടപ്പാക്കേണ്ടി വന്നത്. സ്വാഭാവികമായും പ്രകടന പത്രിക പുറത്തുള്ള ചില കാര്യങ്ങൾ വരും. പക്ഷേ ഇവിടെ നമുക്ക് ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. നിപ്പയും ഓഖിയും 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയവും 2019 അതിരൂക്ഷമായ കാലവർഷക്കെടുതിയും അതെല്ലാം കഴിഞ്ഞ് ഒന്ന് ശ്വാസം കഴിക്കാൻ നേരം കിട്ടുന്നതിന് മുൻപ് ലോകത്തെ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരിയും. ഒരു നാട്, നമ്മുടേതുപോലുള്ളൊരു നാട് തകർന്നു പോകാൻ, പൂർണ്ണമായും തകർന്നു പോകാൻ ഇതിൽ പരം എന്ത് വേണം? ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ ഭരണഘടന പറയുകയാണ്, കേന്ദ്ര ഗവൺമെന്റ് ആ സംസ്ഥാനത്തെ സഹായിക്കണം. കൃത്യമായുള്ള ഭരണഘടനാ വ്യവസ്ഥയാണ്. രാജ്യത്തെല്ലായിടങ്ങളിലും സഹായം നൽകിയിട്ടുണ്ട്. നമുക്ക് മാത്രം സഹായമില്ല. 2018 മഹാപ്രളയം കേരളം തകർന്നുപോയി എന്നെല്ലാവരും കണക്കാക്കിയ ഘട്ടം നാം സഹായം പ്രതീക്ഷിച്ചു, സഹായം ലഭിച്ചില്ല. ചില്ലിക്കാശ് സഹായിക്കാൻ തയ്യാറായില്ല. നമ്മുടെ ദുരവസ്ഥ കണ്ട് സഹായിക്കാൻ തയ്യാറായ ചില രാഷ്ട്രങ്ങൾ മുന്നോട്ട് വന്നു. ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞു. ആര് പറഞ്ഞു? നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു. ഇതേ നരേന്ദ്രമോദി നേരത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു. ആ കാലത്ത് ഗുജറാത്ത് ഒരു വലിയ ദുരന്തം നേരിട്ടു. ആ ദുരന്തത്തെ ആ നാട് അതിജീവിക്കുന്നതിനായി രാജ്യം വലിയ തോതിൽ സഹായിച്ചു. അതിനു പുറമെ രാജ്യത്തിന് പുറത്തു നിന്നും സഹായം വന്നു, അതും സ്വീകരിച്ചു. അതെല്ലാം സ്വീകരിച്ച് അവിടുത്തെ പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനും നേതൃത്വം കൊടുത്ത അന്നത്തെ മുഖ്യമന്ത്രി ഇന്നത്തെ പ്രധാനമന്ത്രിയായപ്പോൾ ആ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളം ദുരിതം നേരിട്ടപ്പോൾ പറയാണ്, ഞങ്ങൾ പണം വാങ്ങില്ല, ഞങ്ങൾ സ്വീകരിക്കില്ല. നിങ്ങൾക്ക് സ്വീകരിക്കാമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിന് അത് നിഷേധിച്ചു? അതിന് മറുപടിയില്ല. നമ്മുടെ അനുഭവങ്ങൾ പറഞ്ഞു പോയാൽ ഒരുപാടായതുകൊണ്ട് വളരെ കൂടുതലായി ഞാൻ അങ്ങോട്ട് അധികമായിട്ട് പോകുന്നില്ല. പക്ഷേ നാം ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങൾ. എന്തൊരു മാനസികാവസ്ഥയാണ് എന്ന്. കയ്യിൽ കാശില്ല, ഗവൺമെന്റ് എന്ത് ചെയ്യണമെന്ന് എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലെ ജീവനക്കാരോട് ഗവൺമെന്റ് ഒരു അഭ്യർത്ഥന, അവർക്ക് ശമ്പളം കൃത്യമായി കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കുറച്ച് ദിവസത്തെ ശമ്പളം വായ്പയായി സർക്കാരിന് നൽകണം. അത് സർക്കാർ തിരിച്ചു നൽകും. പൊതുവെ ജീവനക്കാർ സ്വാഗതം ചെയ്തു. പക്ഷേ വന്നല്ലോ ഭിന്നസ്വരം, എതിർസ്വരം. കോൺഗ്രസും UDF-ഉം അതിന് എതിർത്തല്ലോ, കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ, എതിർത്ത് കോടതിയിൽ പോയല്ലോ. എന്താണ് അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം? കേരളത്തിന് ആവശ്യമായ സഹായം നൽകാതെ അതെല്ലാം നിഷേധിക്കുന്ന അവസ്ഥയുണ്ടായപ്പോ ആ കേന്ദ്ര ഗവൺമെന്റ് നടപടിയെ ഒരു വാക്കാലെങ്കിലും ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ കോൺഗ്രസോ UDF-ഓ തയ്യാറായോ? എന്തേ ആ ഘട്ടത്തിൽ കേന്ദ്രത്തിനോടൊപ്പം ചാരി നിന്നത്? BJP-ക്ക് കേരളത്തോടുള്ള വിരോധം മനസ്സിലാക്കാം. കോൺഗ്രസിനും UDF-നും എന്തുകൊണ്ട് അതേ വികാരം വന്നു, അതേ വിരോധം വന്നു? നിങ്ങൾ ഒരേ മനസ്സോടെ LDF-നെ എതിർക്കാനാണ് പുറപ്പെട്ടത്. LDF-നെ അല്ല എതിർത്തത്, നാടിനെയാണ്. നാടിന്റെ പുരോഗതിക്ക് തടസ്സമായ നിലയാണ് സ്വീകരിച്ചത്. ഇതെല്ലാം നമുക്ക് അനുഭവിക്കേണ്ടി വന്നു.
പക്ഷേ നമ്മളവിടെ തകർന്നു പോയോ? രാജ്യവും ലോകവും അത്ഭുതപ്പെടുമാറാണ് നാം അതിജീവിച്ചു വന്നത്. എങ്ങനെ ഈ കേരളം ഇത്തരത്തിൽ അതിജീവനം നേടി എന്നതാണ് ലോകം ആശ്ചര്യപ്പെട്ടു നോക്കിയത്. നമുക്കതിൽ ആശ്ചര്യമില്ല. കാരണം നാടും ജനങ്ങളും കാണിച്ച ഐക്യവും ഒരുമയും അതാണ് നമ്മുടെ കരുത്ത്. അതുകൊണ്ടാണ് നമുക്ക് ഈ നില കൈവരിക്കാൻ കഴിഞ്ഞത്. അസാധ്യമായതൊന്നുമില്ല എന്ന നില ഉണ്ടാക്കിയത് ഈ ഒരു ഒരുമയും ഐക്യവുമാണ് എന്നതാണ് നാം കാണേണ്ടത്. ഇവിടെ നമ്മുടെ നാടിനെതിരെ ഒരുപാട് തെറ്റായ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നതായി കാണാൻ നമുക്ക് സാധിക്കും. അതിലേറ്റവും പ്രധാനമായതാണ് കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്തെക്കുറിച്ചുള്ള വല്ലാത്ത പ്രചാരവേല. ചിലർ പറയുന്നത് കേരളം അങ്ങ് കടക്കണിയിലായിപ്പോയി, ഇനിയൊരു ഇഞ്ച് മുന്നോട്ട് പോകാനാവില്ല, എല്ലാം തകർന്നു പോയി. എന്താണ് അവസ്ഥ? കേരളത്തിൻ്റെ വായ്പാ വരുമാന അനുപാതം, അതാണ് സാധാരണ മാനദണ്ഡമായി എടുക്കേണ്ടത്. അത് 2020-21 38%. 23-24 ആയപ്പോൾ 34% കുറഞ്ഞു. ഇനിയും കുറയും. ഇത് കാണിക്കുന്നത് സാമ്പത്തിക രംഗത്ത് നമുക്ക് നേടാൻ കഴിഞ്ഞ പുരോഗതി തന്നെയാണ്. കടക്കണി എന്നത് കേരളത്തിൻ്റെ വികസന വിരുദ്ധർ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് നാം ഓർക്കണം. നമ്മുടെ നാടിന് ഈ നാടിൻ്റെതായ പ്രത്യേകതയുണ്ട്. ഇന്ത്യ രാജ്യം ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ളൊരു രാജ്യമാണ്. ആ ദരിദ്രരുള്ള ഏറ്റവും കൂടുതൽ ദരിദ്രം എന്ന് പറഞ്ഞാൽ നമ്മൾ 105-ാം സ്ഥാനത്താണ്. നമ്മൾ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് രാഷ്ട്രങ്ങളേ ഉള്ളൂ. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ അയൽപക്ക രാഷ്ട്രങ്ങളുണ്ടല്ലോ, ഒന്നുപോലും നമ്മുടെ പുറകിലില്ല, എല്ലാം മേലെയാണ്. ഇതാണ് അവസ്ഥ. എന്താ സംഭവിക്കുന്നത്? രാജ്യത്ത് പാവപ്പെട്ടവർ കൂടുതൽ പാപ്പരീകരിക്കുന്നു, സമ്പന്നർ അതിസമ്പന്നരാകുന്നു, അതിസമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നു. ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത. ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ ദാരിദ്ര്യത്തിൻ്റെ ആക്കം വർദ്ധിക്കുന്നു, ദരിദ്ര കുടുംബങ്ങളുടെയും ദരിദ്രരുടെയും എണ്ണവും വർദ്ധിക്കുന്നു. എന്നാൽ ആ ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യം കേരളത്തിൽ. എന്തുകൊണ്ടാണത്? നമ്മുടെ പൊതുവിതരണ രംഗം അതിശക്തമാണ്. പാവപ്പെട്ടവരെ കണ്ടുകൊണ്ടുള്ള ഇടപെടൽ നടത്താൻ ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ട്. ഇപ്പോൾ അതിദരിദ്രർ രാജ്യത്താകെയുണ്ട്. ഈ വരുന്ന നവംബർ 1-ാം തീയതി നാം നേരത്തെ പ്രഖ്യാപിച്ച രീതിയിൽ കേരളം ഒരു പുതിയ പദവി നേടാൻ പോകുന്നു. രാജ്യത്ത് ഏക സംസ്ഥാനം, അതിദരിദ്രരില്ലാത്ത ഏക സംസ്ഥാനം എന്ന പദവി കേരളം നവംബർ 1-ന് നേടാൻ പോകുന്നു. നല്ല പുരോഗതി അതിൽ നേടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇവിടെ നമുക്കെതിരെ നടക്കുന്ന പ്രചാരവേലയുടെ ഭാഗമായി വരുന്ന കാര്യങ്ങൾ, നമ്മുടെ പദ്ധതികൾ ആകെ തകർന്നു പോവുകയാണ് എന്ന കാര്യമാണ്. എന്നാൽ പദ്ധതി വിഹിതത്തിൻ്റെ കണക്ക് പരിശോധിച്ചാൽ നമ്മളങ്ങനെ തകരുകയല്ല എന്ന് കാണാൻ സാധിക്കും. 2025 മാർച്ച് 31-നാണല്ലോ ആ സാമ്പത്തിക വർഷം അവസാനിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ വാർഷിക പദ്ധതി അടങ്കൽ 30,370 കോടി രൂപയായിരുന്നു. ഈ പ്രചാരവേല കേട്ടാൽ തോന്നും നമ്മളൊരു പകുതിയിൽ താഴെയെ പണം ചെലവഴിച്ചുകൊണ്ടുവന്നു. ഈ 30,370 കോടിയിൽ 29,224 കോടി 23 ലക്ഷം രൂപ നമ്മൾ ചെലവഴിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ 96.23%. ഇത് പദ്ധതി ചെലവിൻ്റെ കാര്യത്തിൽ
എന്തെങ്കിലും കുറവുണ്ട് എന്നല്ല കാണിക്കുന്നത്. മാതൃകാപരമായ ചെലവ് നടത്തുന്ന പദ്ധതി പൂർത്തിയാക്കുന്ന സംസ്ഥാനമാണ് എന്നതാണ്. ഇവിടെ വേറൊരു കണക്ക് നമുക്കെടുക്കാം. നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം. ഇവിടെ വാർഷിക പദ്ധതിയിൽ നാം തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് വകയിരുത്തിയത് 8,532 കോടി രൂപയായിരുന്നു. 8,532 കോടിയിൽ 8,531 കോടിയല്ല ആയത് കേട്ടോ ചെലവ്. 8,532 കോടി വകയിരുത്തിയിട്ട് ചെലവിട്ടത് 9,452 കോടി 72 ലക്ഷം രൂപയാണ്. എന്ന് പറഞ്ഞാൽ 110.79% ചെലവ്. കേരളത്തിലല്ലാതെ വേറെ എവിടെ നടക്കും ഇത്? ആ സംസ്ഥാനത്തെക്കുറിച്ചാണ് തീർത്തും തെറ്റായ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത്. ഇത്രയെല്ലാം പ്രതിസന്ധികളുണ്ടായിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് കഴിയുന്നത്? നമ്മുടെ സംസ്ഥാനത്തിൻ്റെതായ ശേഷി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്തിൻ്റെതായ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്തിൻ്റെതായ ഉൽപാദനം കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ആഭ്യന്തര ഉൽപാദനത്തിൻ്റെ വളർച്ച നല്ല നിലയിൽ കൂടിയിരിക്കുന്നു. ഒരു വർഷം എടുത്താൽ 2022-23 10.72% അത് 23-24 ആയപ്പോൾ 11.97%. പ്രതിശീർഷ വരുമാനത്തിലും നല്ല വർധനവ് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നമ്മുടെ സംസ്ഥാനം നല്ല രീതിയിൽ കാര്യങ്ങൾ നിർവഹിച്ചു പോവുകയാണ്. അതിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളും നല്ലതുപോലെ ഇടപെടുന്നുണ്ട് എന്നതാണ് നാം കാണേണ്ടത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വ്യാവസായിക രംഗം വലിയ തോതിലുള്ള വികസനം നേടിയ ഘട്ടമാണിത്. നമ്മുടെ സംസ്ഥാനം വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനം നേടുന്ന അവസ്ഥയുണ്ടായി. എങ്ങനെ വന്നതാണത്? അത് സ്വയംഭൂവായി സംഭവിച്ചതല്ല. ഇവിടെ വ്യവസായത്തിന് പറ്റാത്ത നാടാണെന്നായിരുന്നല്ലോ കണക്ക്. നേരത്തെ നമ്മുടെ നാട്ടിൽ നിക്ഷേപം നടത്താൻ തയ്യാറായ ഒരാൾ വന്നു എന്ന് വിചാരിക്കുക. അയാൾ നിക്ഷേപിക്കേണ്ട സ്ഥലത്തേക്ക് യാത്ര പുറപ്പെട്ടു. അവിടെ എത്താൻ അനുഭവിക്കേണ്ട കഷ്ടമുണ്ട്. കാരണം യാത്രാ ദുരിതം. അവിടെ എത്തിക്കഴിയുന്നതോടെ ഇനി ഒരു തിരിച്ചുപോക്കുണ്ട്. പിന്നെ ഇങ്ങോട്ടില്ല. അയൽ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും പോയി അദ്ദേഹത്തിൻ്റെ പദ്ധതി തുടങ്ങും. ഇന്ന് ആ അനുഭവമില്ല. എല്ലായിടവും നല്ല യാത്രാ സൗകര്യം വന്നു, നല്ല പശ്ചാത്തല സൗകര്യം വന്നു. അതോടൊപ്പമോ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷത്തിൽ എന്താണ് നാം പുറകോട്ട് പോകാൻ കാരണം എന്നത് 2016 വന്ന സർക്കാർ ആലോചിച്ചു. ആ ആലോചനയുടെ ഭാഗമായി അതുമായി ബന്ധപ്പെട്ട വ്യവസായികളെ വിളിച്ചുകൂട്ടി, ബന്ധപ്പെട്ട എല്ലാവരെയും വിളിച്ചുകൂട്ടി, അവരുടെ അഭിപ്രായങ്ങൾ കേട്ടു, നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു, മാറ്റങ്ങൾ വരുത്തി. അതിൻ്റെ ഭാഗമായി 2016 ശേഷം തന്നെ നിയമങ്ങളിൽ ഭേദഗതി വരുത്തി, ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി. നമ്മുടെ മാനസിക ഘടനയും മാറേണ്ടതുണ്ടായിരുന്നു. അതിനുള്ള ബോധവൽക്കരണം, ആ വഴിയിലേക്കും കാര്യങ്ങൾ നീങ്ങി. അങ്ങനെ എല്ലാം കൂടി ചേർന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനമാണ് നമ്മുടെ സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം രാജ്യത്തെ നമ്പർ 1 എന്ന നിലയിലേക്ക് എത്തിച്ചത്. അതിൻ്റെ ഭാഗമായി ഇപ്പം സംഭവിക്കുന്നത് എന്താ? കൊച്ചിയിൽ ചേർന്ന നിക്ഷേപ സംഗമം, അതിൽ 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ പത്രങ്ങളാണ് പ്രധാനപ്പെട്ട കമ്പനികളും സ്ഥാപനങ്ങളും വന്ന് ഒപ്പിട്ടത്. അവ യാഥാർത്ഥ്യമാക്കാനുള്ള നല്ല ശ്രമം
പ്രത്യേക ടാസ്ക് ഫോഴ്സിനെ അടക്കം വെച്ചുകൊണ്ട് നടത്തുകയാണ്. നമ്മുടെ സംരംഭക പദ്ധതിയെക്കുറിച്ച് നേരത്തെ ഇവിടെ പറയുകയുണ്ടായി. അധ്യക്ഷൻ ആ കാര്യം പ്രത്യേകമായി എടുത്തു പറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ് തന്നെ ബെസ്റ്റ് പ്രാക്ടീസ് എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. നമ്മുടെ IT മേഖല സമാനതകളില്ലാത്ത വികസനം നേടുകയാണ്. IT രംഗത്ത് വലിയ കുതിച്ചുചാട്ടം നടത്തേണ്ട ഒരു സംസ്ഥാനമായിരുന്നു നമ്മുടേത്. കാരണം ആദ്യം ടെക്നോ പാർക്ക് വന്നത് ഇന്ത്യയിൽ കേരളത്തിലാണ്. പക്ഷേ അതിന് പിന്നീട് വേണ്ടത്ര തുടർച്ചയുണ്ടായില്ല. ഇപ്പോൾ ഈ 9 വർഷമെടുത്താൽ വലിയ പുരോഗതി IT മേഖലയുണ്ടായിരിക്കുന്നു. IT-യുടെ സ്ഥാപനങ്ങളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു, ജീവനക്കാരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു, കയറ്റുമതി തുക വർദ്ധിച്ചിരിക്കുന്നു, പുതിയ IT സംരംഭങ്ങൾ, സ്ഥാപനങ്ങൾ, പാർക്കുകൾ എല്ലാം കേരളത്തിൽ വരാൻ പോകുന്നു. നല്ല മാറ്റം ഈ കാര്യങ്ങളിൽ ഉണ്ടാവുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനം അത് നല്ല രീതിയിൽ ലഭ്യമാകാൻ ഓൺലൈൻ സേവനങ്ങൾ നല്ലതുപോലെ പുരോഗമിക്കുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നു. ഇവിടെ ധാരാളം ആളുകൾക്ക് തൊഴിൽ നൽകാൻ ആവശ്യമായ നടപടികൾ വിജ്ഞാന കേരളം എന്ന പേരിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നു. തൊഴിൽ സ്ഥാപനങ്ങളെയും തൊഴിലന്വേഷകരെയും ഇതിൻ്റെ ഭാഗമായി ബന്ധിപ്പിക്കുകയാണ്. തൊഴിലന്വേഷിക്കുന്നവർക്കെല്ലാം ആവശ്യമായ സ്കിൽ നൽകുകയാണ്, നൈപുണ്യം നൽകുകയാണ്. നല്ല മാറ്റം, 10,000-ങ്ങൾക്ക് തൊഴിൽ നൽകാൻ കഴിയുന്ന മാറ്റമാണ് ഇതിൻ്റെ ഭാഗമായി വരാൻ പോകുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നയങ്ങൾ നല്ലതുപോലെ ജനങ്ങൾക്ക് ആഭിമുഖ്യമുള്ള തരത്തിലേക്ക് മാറുന്നു. അതിലൊന്നാണ് നമ്മുടെ K-ഫോൺ. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കടക്കം ഡിജിറ്റൽ ഉപയോഗം നല്ല രീതിയിൽ സാധ്യമാക്കുകയാണ്. പരമ്പരാഗത വ്യവസായത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നല്ലതുപോലെ ഉൽപ്പാദിപ്പിക്കാനാകണം എന്നും കാണുകയാണ്. ആധുനിക മാർക്കറ്റിംഗ് അവസരങ്ങൾ നല്ല നിലക്ക് പ്രയോജനപ്പെടുത്തണം എന്നും സർക്കാർ കാണുകയാണ്. നമുക്ക് ദീർഘമായ ഒരു തീരദേശ മേഖലയാണുള്ളത്. ആ തീരദേശ സംരക്ഷണത്തിനുള്ള തീരദേശ പാക്കേജ് നടപ്പാക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ മലയോര മേഖലയിൽ വനവുമായി ചേർന്നുകൊണ്ട് വന്യമൃഗ ആക്രമണങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ആ കാര്യത്തിൽ വലിയ തോതിലുള്ള നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടിനും കേന്ദ്ര ഗവൺമെൻറ്റിനോട് പണം ചോദിച്ചെങ്കിലും ആ പണം ഇതേവരെ ലഭ്യമായിട്ടില്ല. എന്നെങ്കിലും സംസ്ഥാന സർക്കാർ ആകാവുന്നതെല്ലാം ഈ കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തുടർന്നും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനിടയിലാണ് നമ്മുടെ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കാനായത്. വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിൽ നാം കാണേണ്ടത് അതിനുള്ള ഇപ്പോൾ വന്ന ആകെ ചെലവ് 8,867 കോടി രൂപയാണ്. ഈ 8,867 കോടി രൂപയിൽ നമ്മുടെ ആളുകൾ വിചാരിക്കുക അദാനി പോർട്ട് എന്നാണല്ലോ അതിനെപ്പറ്റി കേൾക്കുന്നത്. അദാനിയാണ് പണം മുഴുവൻ ചെലവിട്ടതെന്നാണ്. യഥാർത്ഥത്തിൽ കൂടുതൽ പണം ചെലവിട്ടത് സംസ്ഥാന സർക്കാരാണ്. എത്ര? 8,867-ൽ 5,595 കോടി രൂപ ആര് ചെലവിട്ടു? സംസ്ഥാന സർക്കാർ ചെലവിട്ടു. അദാനി ചെലവിട്ടത് 2,454 കോടിയാണ്. ഇതിൽ കേന്ദ്ര ഗവൺമെൻറ്റാണ് ഏറ്റവും പ്രത്യേകത. VGF എന്ന് പറയുന്നൊരു ഗ്രാൻഡ് കേന്ദ്ര ഗവൺമെൻറ് നൽകാറുണ്ട്, പല പദ്ധതിക്കും നൽകും. അത് ഗ്രാൻഡാണ്. പക്ഷേ കേരളത്തോട് അവർ പറഞ്ഞു 817 കോടിയാണ്. അവർ പറഞ്ഞു നിങ്ങൾ തിരിച്ചടക്കണം, പലിശ അടക്കം എത്രയോ ഇരട്ടി പിന്നീട് തിരിച്ചടക്കേണ്ടി വരും. ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ച സമീപനം. പക്ഷേ ആ പദ്ധതി നേരത്തെ LDF ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട്. പിന്നെ ആ തർക്കത്തിലേക്കല്ല നമ്മൾ പോയത്. കാരണം കരാർ UDF-ൻ്റെ കാലത്ത് ഒപ്പിട്ടു. ആ കരാർ അനുസരിച്ച് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ പിന്നെ നിയമയുദ്ധത്തിലേക്കാണ് പോവുക. അനാവശ്യമായ കാലതാമസം പദ്ധതി നടപ്പാക്കുന്നതിനുണ്ടാകും.
എത്രയോ ദശാബ്ദങ്ങളെടുത്തു എന്ന് വരും അത് നടപ്പാക്കുന്നതിന്, അതിൻ്റെ ആ കേസ് തീരുന്നതിന് തന്നെ. അപ്പോൾ LDFും സർക്കാരും 2016 ശേഷം ആലോചിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെങ്കിലും ഇപ്പോൾ ഒപ്പിട്ട കരാർ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുക. ആ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പോഴതാ ആ പദ്ധതി നടക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ വരുന്നു, ചില പ്രത്യേക ഇടപെടലുകൾ, പദ്ധതി മുന്നോട്ട് പോകരുത് എന്ന്. അതിൻ്റെ കൂടെ സർക്കാർ നിന്നില്ല. സ്വാഭാവികമായും നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഉറച്ച നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ കാര്യത്തിലും ഉറച്ച നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ അത് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞത്. വലിയ തോതിലുള്ള വികസന സാധ്യതയാണ് അത് നമ്മുടെ മുന്നിൽ തുറന്നു തരുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. നമുക്ക് കേരളത്തിലെ ഏറ്റവും വലിയ പോർട്ടല്ല അത്, രാജ്യത്തിലെ ഏറ്റവും വലിയ പോർട്ടാണ്. രാജ്യത്തിൻ്റെ മാത്രമല്ല, ലോകത്തെ അപൂർവം വൻ പോർട്ടുകളിൽ ഒന്നാണ് വിഴിഞ്ഞം എന്ന് നാം ഓർക്കണം. അത് നമ്മുടെ മുന്നിൽ അനന്തമായ സാധ്യതകളാണ് തുറന്നു തരുന്നത്. ഇങ്ങനെ നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നാം ആഗ്രഹിക്കുന്ന നവകേരളം സൃഷ്ടിക്കാൻ ഉള്ള നടപടികളാണ് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നവകേരളം എന്നത് ഏതോ ഒരു കാലത്ത് അങ്ങനെ വന്നോട്ടെ എന്ന് വിചാരിക്കുന്ന ഒന്നല്ല, ഈ വർത്തമാനകാലത്ത് യാഥാർത്ഥ്യമാകേണ്ട ഒരു കാര്യമാണ്. ഇത്തരം കാര്യങ്ങളിലെല്ലാം നല്ല അനുഭവമാണ് സർക്കാരിനുള്ളത്. അത് എല്ലാ കാര്യങ്ങളിലും നാടും ജനങ്ങളും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട്. ഈ നവകേരളം യാഥാർത്ഥ്യമാക്കാനുള്ള തുടർ പ്രവർത്തനങ്ങളിൽ നിങ്ങളെല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഇനിയും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.